കുടുംബമാണ് പ്രശ്നം. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും നിർത്തുന്നിരിക്കത്തില്ല. പിന്നെ അത് ശരിയാ. പൂച്ചക്കുഞ്ഞിന് അതാണ് പ്രധാനം, കുടുംബമാണ് പ്രധാനം. ആരുടെ കുടുംബം? അത് വല്ലവൻ്റെയും കുടുംബം, സ്വന്തം കുടുംബം. അവിടെ വല്ലവൻ്റെ കുടുംബമാണ് പ്രധാനം. അപ്പം ആലോചിച്ചോട്ടെ, കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്ന ആണുങ്ങൾക്ക് മാത്രമേ കണ്ടു കിട്ടാൻ പാടുള്ളൂ കേട്ടോ. സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ടിടാം, പുരുഷന്മാർ കണ്ടിട്ടാൻ പാടാം, അപ്പോയിൻമെൻ്റ് ഇല്ല. സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് സെറ്റപ്പ് മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാം, സജനയുടെ അമ്മയ്ക്കും അറിയാം ഇവർ തമ്മിലുള്ള കുടുംബം മൊത്തത്തിൽ. അല്ലേലും ചില സ്ത്രീകൾ പൈസ ഉള്ള നാറുകളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു ചായവുണ്ട്. നമസ്കാരം. നമ്മുടെ ഫിറോസ് ഖാൻ ഉണ്ടല്ലോ, ഫിറോസ് ഖാൻ, അയാളുടെ ചാനലിൻ്റെ പേര് ഡേഞ്ചറസ് ഫിറോസ് ഖാൻ എന്നാണ്. പുള്ളി ഇപ്പോഴാണ് ശരിക്കും ഡെഡ്ലി ഡേഞ്ചറസ് ആയി മാറിയിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു വീഡിയോ വന്ന്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, പുള്ളിക്കാരൻ 3 പാർട്ടായിട്ട് ഒരു വീഡിയോ ഇട്ടു. ഈ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാര്യ ഓടിപ്പോയ കാര്യം. അതായത് അത് ഇവിടെ ഇട്ടോടുന്നു, പിന്നെ അവിടെ ഇട്ടോടുന്നു, പിന്നെ അവിടെ ഇട്ടോടുന്നു, എങ്ങോട്ടൊക്കെ ഓടുന്നെന്ന് ആ പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരൻ ഇട്ടത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ. അത് കണ്ടിട്ട് ഇത് കണ്ടാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സംഭവം എന്തൊന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എൻ്റെ 3ാം പാർട്ട് റിലീസ് ചെയ്തു. നമ്മളിപ്പോൾ 3ാം പാർട്ടല്ല സംസാരിക്കുക, നമ്മൾ 2ാം പാർട്ടാണ് സംസാരിക്കുന്നത്. ഈ 2ാം പാർട്ടിൽ കുറച്ച് പറഞ്ഞാൽ 3ാം പാർട്ടിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ. അതിനാണ് ഞാനിപ്പോൾ ഈ 2ാം പാർട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നത് ഫിറോസ്, അയാളുടെ ഭാര്യ സജന. ഈ സജന എന്ന് പറയുന്ന ആൾ ഓസ്കാർ ജേതാവായിട്ടുള്ള പൂച്ചക്കുട്ടിയുടെ കൂടെ വിഹിതം, വിഹിതം. ഈ പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വക്കീൽ സുനാപ്പി ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞാൽ നമ്മളങ്ങ് പിഴുതെടുക്കും. അതുകൊണ്ട് നമ്മൾ പേര് പറയുന്നില്ല, വേണ്ട, പേര് വേണ്ട, നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി പോരെ. ഓക്കെ, അപ്പോൾ പൂച്ചക്കുട്ടിയായിട്ട് വിഹിതം. ആ സാധനം ഈ അണ്ണം തൂക്കി. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ 10 വർഷത്തിനിടെ 42 റോഡൊക്കെ പോയെന്നാണ് ഫിറോസ് ഖാൻ അവകാശപ്പെടുന്നത്. എനിക്കറിയാൻ പാടില്ല, സത്യം പുള്ളിക്കരിക്കും തമ്പുരാനും മാത്രമേ അറിയാൻ പാടുള്ളൂ. അങ്ങനെ ഈ പൂച്ചക്കുട്ടിയാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രധാന വില്ലൻ. ഒരു മറ്റേ ഈ താനോസ് ഒക്കെ വരത്തില്ല അവഞ്ചേഴ്സിനകത്ത്, അതിനകത്ത് പ്രധാന വില്ലൻ ഈ പൂച്ചക്കുട്ടിയാണ്. ചുറ്റും കുറേ സൈഡ് വില്ലന്മാരുണ്ടായിരുന്നു, അവർ വരും പോവും. ഇങ്ങനെയാണ് സെറ്റ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കഥയുടെ ഒടുവിൽ ഈ പൂച്ചക്കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ. ആദ്യം ഈ സ്വന്തം ഭാര്യ കണ്ടവന്മാരോട് പിടിച്ചുകൊണ്ട് വരുന്നു. അയാളുടെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ അത്ര വെടിപ്പല്ലെന്നുള്ള രീതിയിലാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൻ്റെ സത്യാവസ്ഥ ഇനി പുറത്തോട്ട് വരട്ടെ. അങ്ങനെ ആണെങ്കിൽ പോലും ഇയാൾക്ക് പെണ്ണുമ്പിളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ ഈ പുള്ളിക്കാരൻ പുറകെ നടന്ന് പല കഥകളും ഈ പുള്ളി അറിയുന്ന അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതീവ ശോചനീയവും അതീവ പരാജയകരവുമായിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ എങ്ങനെയെങ്കിലും യവന്മാരുടെ പിടിയിൽ നിന്നും പെണ്ണുമ്പിള്ള രക്ഷിക്കണം. പെണ്ണുമ്പിള്ളയും കൂടെ കുഴി ചാടാതെ നോക്കണം. സ്വന്തമായിട്ടൊരു കുളം കാണുമ്പോഴത്തേനും തടച്ച തമ്പുരാനെ എന്ന് പറഞ്ഞെടുത്ത് അതിനകത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ശരിക്കും പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളെ ഈ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ഇയാളുടെ ഒരു വീട് അഞ്ചലുണ്ട്. അഞ്ചൽ പോയിട്ട് ഇയാളുടെ സഹോദരനോട് ഈ സംസാരിക്കുന്നുണ്ട് ഈ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ പറയുന്നത്, ഇതുവരെ വിഹിതിച്ചതെല്ലാം പോട്ട്, എല്ലാം ഞാൻ വിശാല മനസ്കനായി ഞാൻ ഈ കടങ്ങളെല്ലാം എഴുതി തള്ളിയിരിക്കുന്നു, ഇനി വിഹിതിക്കരുത്. ഇതാണ് പോയ കഥ. നമുക്ക് ആ കഥ ഒന്ന് കേൾക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പം ഇവിടുത്തേക്കാട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടുത്തേക്കാട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ അറസ്റ്റ് കൂട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പഠിച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളെ നോവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷേ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഡൈവോഴ്സ് ആയിട്ടില്ല എന്നില്ല. അല്ല, ഡൈവോഴ്സ് ആയെങ്കിൽ ഇത് പൂച്ചക്കുട്ടിയുടെ സഹോദരനെ പറയുന്നത്. ഡൈവോഴ്സ് ആയെങ്കിൽ ഈ പെണ്ണുമ്പിള്ള അയാളോട് പോയാൽ നിങ്ങൾക്ക് ഓക്കെ ആണോ? അയാൾക്കൊരു ഭാര്യയില്ലേ, ഈ പൂച്ചക്കുട്ടിക്കൊരു ഭാര്യയില്ലേ? അപ്പോൾ ഡൈവോഴ്സ് ആണ് പോലും അല്ല പോലും അയാൾ ഡ്രൈവാഷ് അല്ലല്ലോ.
അപ്പം അങ്ങനെയുള്ള ന്യായീകരണമൊന്നും വേണ്ട. നമ്മൾ കുടുംബക്കാർ എന്തൊരു തോന്നിവാസം കാണിച്ചാലും ഏത് ഇടപ്പോടെ പോയി വെച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല സാധനമല്ല. തെറ്റിനെ കണ്ടാൽ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ നേർവഴിക്ക് നടത്താൻ പറ്റത്തൊന്നുമില്ല. ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഇവരാദ്യം ചോദിച്ചാൽ നിങ്ങൾ ഡൈവോഴ്സ് ആണോ? അല്ല, ഇവർ ഡൈവോഴ്സ് ആണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഈ പൂച്ചക്കുട്ടി ഡൈവോഴ്സ് ആണോ? അല്ലല്ലോ, ഭാര്യനെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിള്ളേരും ഉണ്ടല്ലോ, സന്തോഷപരമായിട്ട് നിൽക്കുന്നല്ലോ. ഈ പൂച്ചക്കുട്ടി ലോകോത്തര പിഴയാണെന്നാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പം ആരും വെടിപ്പൊന്നുമല്ല, ആരും വെടിപ്പൊന്നുമല്ല. ചക്കരത്തെ കുടത്തി കൈയിട്ട് കഴിഞ്ഞാൽ യവനായാലും ഒന്ന് രുചിച്ച് നോക്കും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചക്കരക്കുടം ജെനുവിനായിരിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു. ഇനിയും പുള്ളിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വഴിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഈ നോമ്പ് ഇതാക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. ഇതിനേലും മോശമാണെന്നോ പറഞ്ഞു? കുഴപ്പമില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കി വെക്കാൻ സാധിച്ചത് പൂച്ചക്കുട്ടിയുടെ ഒരു അഭിമാന മുഹൂർത്തമായി കാണുന്നു. ഈ ഓസ്കാർ എന്ന് പറയുന്ന സാധനം ഭയങ്കര റെസ്പെക്റ്റബിളായിട്ട് നമ്മൾ കാണുന്നൊരു സാധനമാണ്. അതങ്ങനെ കണ്ട അണ്ടനും അടകോടനും ഒന്നും കിട്ടാൻ പറ്റത്തില്ല. സോ കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാന മുഹൂർത്തം സൃഷ്ടിച്ച ആ ഒരു പുരസ്കാരം മേടിച്ച അയാൾ ഇത്രയും വലിയ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂലിക്കത്തില്ല. പിന്നെ അത് ശരിയാ. പൂച്ചക്കുഞ്ഞിന് അതാണ് പ്രധാനം, കുടുംബമാണ് പ്രധാനം. ആരുടെ കുടുംബം? അത് വല്ലവൻ്റെ കുടുംബം, സ്വന്തം കുടുംബം. അവിടെ വല്ലവൻ്റെ കുടുംബമാണ് പ്രധാനം. അപ്പം അവരെ വിട്ടിട്ട് വേറൊരു പരിപാടിയില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ കുടുംബക്കാരെയും അതിവിദഗ്ധമായി പൂച്ചക്കുഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൂച്ചക്കുഞ്ഞ് ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഗബ്രം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. പൂച്ചക്കുട്ടി അപ്പോഴും പറയുന്നത് എന്താണ്? എൻ്റെ പേരോ നാളോ ഊരോ ഫോട്ടോയോ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഞാനത് ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്, നിനക്കൊക്കെ ഞാൻ ഇൻഡാസ് ഉണ്ടാക്കി തരൂടാ. ഇതാണ് പൂച്ചക്കുട്ടി പറഞ്ഞത്. പൂച്ചക്കുട്ടി അപ്പം ചെയ്തിട്ടില്ല, കള്ളം പറയുന്നില്ല കേട്ടോ, മാന്യനാ. എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റോങ് ഉണ്ടാകുന്നില്ല. മനസ്സിലായി? 100% പറയാം. എൻ്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മോനെ കുറിച്ച് എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. എൻ്റെ മോനെക്കുറിച്ച് പോലും എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ പൂച്ചക്കുട്ടി അവൻ തെറ്റായ മാർഗത്തിൽ പോകത്തില്ല. ഈ പൂച്ചക്കുട്ടി ആലോചിക്കേണ്ട ഒരു കാര്യം, താങ്കളെക്കുറിച്ച് താങ്കളുടെ കുടുംബക്കാർക്കുണ്ടായിരുന്ന ഒരു ട്രസ്റ്റാണ് നിങ്ങൾ ഈ പൊടിച്ചെറിഞ്ഞത്. മറ്റൊരുത്തൻ്റെ കുടുംബത്തിൽ കയറി അവൻ്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കി അവൻ്റെ പെണ്ണുമ്പിളെ കൊണ്ട് ഗർഭിണിയാക്കി എന്ന് ഇത്രയും അമ്മായി കാണിച്ചിട്ടും ഇയാൾ ഈ ഫിറോസ് പോയി സംസാരിക്കുന്നുണ്ട് പൂച്ചക്കുട്ടിയായിട്ട്. എന്നിട്ട് പോലും ഉളുപ്പില്ലാതെ ഭാര്യ വയ്യാതെ കിടക്കുമ്പോൾ ഷിഫ്റ്റിൽ, നൈറ്റ് ഷിഫ്റ്റിൽ അവിടെ, ഡേ ഷിഫ്റ്റിൽ ഇവിടെ നല്ല എണ്ണ പൂക്കുട്ടി എണ്ണ. അയ്യോ, അത് പേര് പറഞ്ഞ പണി കിട്ടില്ലോ, പൂച്ചക്കുട്ടി എണ്ണ. നല്ല വിശ്വാസം. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യം ഞാൻ കൊല്ലത്തിന് ചർച്ച ചെയ്തു. എൻ്റെ ദൈവമേ, ഇങ്ങേറെ വീട് കൊല്ലല്ല, പൂച്ചക്കുട്ടിയുടെ വീട് അഞ്ചല്. ഇത് ഈ പണ്ടാര മെനയെല്ലാം കൂടെ കൊല്ലത്തോട്ടാണല്ലോ കെട്ടിപ്പെറുക്കിക്കൊണ്ടുവരുന്നത്. എനിക്ക് ഈ ഫിറോസിൻ്റെ ഈ അവസ്ഥ, ഇയാൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ എനിക്ക് അതീവ വിഷമമുണ്ട്. കാരണം ഇയാൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആ ഭാര്യനെ പിടിച്ച് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇയാൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ പുരുഷന്മാരൊന്നും ഇങ്ങനെ ഭാര്യ വല്ലവൻ്റെയും കൂടെ പോയി പോട്ട്, ഒരു തവണ പോയി പോട്ട് വിളിച്ചോണ്ട് വന്നു, പിന്നെയും പോയി ഇതിങ്ങനെ നമ്മൾ എടുത്ത് ലിസ്റ്റ് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന കടയെ പറ്റെഴുതുന്ന പോലെ പോകും. അത്രയധികം ലിസ്റ്റുകളാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. എന്നിട്ട് ഇയാൾ ക്ഷമിക്കാൻ തയ്യാറായി. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതിനെ ചൊല്ലി പുറത്തോട്ട് വന്നില്ല. എന്നിട്ടിത് തൊലഞ്ഞു പോട്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളി ഇട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇയാളുടെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. അത് അവര് അടുപ്പം പറ്റോ സ്നേഹം പറ്റോ ചിലപ്പോൾ ചുണ്ടി ചെന്നതാണുമായിരിക്കും. ഇത് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ പറഞ്ഞോ, ഞാൻ സത്യാജ് സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് നടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടു. നിങ്ങൾക്ക് ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആക്കി എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേണമെന്നില്ല. ഞാൻ കൂടുതൽ ഇത് കാണിക്കുന്നില്ല. ഇതിനകത്ത് പറയുന്നത് മൊത്തം ഇനി ഇത് തുടരരുത്, ഞാൻ എൻ്റെ ക്ലീൻ എവിഡൻസ് ഉണ്ട്, പൂച്ചക്കുട്ടി എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചവനെ പോലീസ് സ്റ്റേഷൻ്റെ കീഴെ, അതാണ് നിയമം, പിന്നെ പോട്ടെ
അങ്ങനെയാണ് ഫിറോസ് വളരെ സഭ്യമായ രീതിയിൽ അയാളെ കൊണ്ട് പറ്റുന്ന അത്രയും പോസിറ്റീവായിട്ട് അയാൾ ചെയ്തു. ഇതിലും മാന്യമായിട്ട് ഈ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൂച്ചക്കുട്ടിയുടെ വീട്ടിൽ പോയി വളരെ സഭ്യമായ രീതിയിൽ ഇതാണ് ഇനി എന്നെ ശല്യം ചെയ്യരുത്, ഇത്രയും നാൾ നടന്ന എല്ലാം പോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വേറെ ആരാണെങ്കിലും കരണം അടിച്ച് പോച്ചേനെ. അത്ര അയാൾ ചെയ്തിട്ടില്ല. അയാളൊരു മാന്യമായ ഇടപെടലാണ് അതിനകത്ത് ചെയ്തത്. ഇനി ഇത് മാത്രമല്ല, വേറെ കുറേ വോയിസ് റെക്കോർഡുകൾ ഈ പാർട്ട് 2 കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഇവരുണ്ടല്ലോ, ഈ ഞങ്ങളുടെ ഭാര്യ, ഈ സ്ത്രീ പൂച്ചക്കുട്ടിയായിട്ട് സംസാരിക്കുന്ന വോയിസിൽ പറയുക, ദൈവമായിട്ട് തന്നത് ഈ കുഞ്ഞിനെ, ദൈവത്തിന് നിങ്ങളുടെ വിഹിതത്തിൽ കൊച്ചിനുണ്ടാക്കി തരലാണോ പണി? സാത്താൻ്റെ പരിപാടി കാണിച്ചിട്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ തലയ്ക്ക് കൊടുക്കല്ലേ കേട്ടോ. ബാക്കി പറ ഫിറോസിക്ക. ഉള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്ന ആണുങ്ങൾക്ക് മാത്രമേ കണ്ടുകിട്ടാൻ പാടുള്ളൂ കേട്ടോ. സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ടിടാം. പുരുഷന്മാർ കണ്ടുകിട്ടാൻ പാടാം, അപ്പോയിൻമെൻ്റ് ഇല്ല. സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് സെറ്റപ്പ് മനസ്സിലായില്ലേ? ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല, ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി ഇതെല്ലാ പ്രോസസ്സുകളും 1 തൊട്ട് 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്നിട്ടും ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഈ പൂച്ചക്കുട്ടിക്കുമില്ല, ഈ പൂച്ചക്കുട്ടിയുടെ കള്ളപ്പാലിനുമില്ല. പൂച്ചക്കുട്ടി കണ്ണടച്ച് കുടിക്കുന്ന പാലാണല്ലോ, അതുകൊണ്ട് 2 എണ്ണത്തിനും ഇല്ല. 2ഉം ഒന്നിനൊന്ന് മെച്ചം. ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന, ഇത്രയും പോപ്പുലർ ഫിഗറിൽ നിൽക്കുന്ന ആളുകൾ കാണിക്കുന്ന തത്തമ്മേ പൂച്ച പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തൊരു പറയട്ട്. ഇപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഒരു 10 പേര് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 4 ആളുകൾക്കും ഈ പറയുന്ന വിഹിതമുണ്ട്. വിഹിതം നിങ്ങൾ കീപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷാജി പാപ്പനകത്ത് പറഞ്ഞ പോലെ ഉണക്കമീൻ പോലെയാണ്. തിന്നുമ്പോൾ നല്ല സുഖമുണ്ടാവും, പക്ഷെ നാറ് കഴിഞ്ഞുകൊണ്ടല്ലോ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി നാറ്റ് വരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് അതൊന്നും പ്രശ്നമില്ല, എന്ത് വന്നാലും തൊലിക്കെട്ടിയ നാറിയാൽ എന്ത് ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അതിനകത്ത് കയറി ഞാൻ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ടും പണി തന്നിട്ട് ചെയ്യാൻ പറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന്. ആ പണി ഫിറോസിൽ കൂടെ തന്നെ കൊടുക്കാൻ പറ്റിയതിൽ ഒരു ചെറിയ മനസ്സുഖമില്ലേ, അത് കേട്ടാൽ മതി. ഇനി ഇവർ തമ്മിൽ ഈ സ്ത്രീയും ആ പൂച്ചക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വോയിസ് കോളുണ്ട്. ആദ്യം ഇത് സംസാരിച്ച് തുടങ്ങുന്നത് ഇവരുടെ അമ്മയുമായിട്ടാണ്, ഈ സജിനയുടെ മാതാവുമായിട്ടാണ് പൂച്ചക്കുട്ടി ആദ്യം സംസാരിക്കുന്നത്. ആ ഒരു ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ആളുകളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഏതൊരു അച്ചായി, ഏതൊരു അമ്മുക്കുട്ടി, ഏതൊരു ദിയാസനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ വിഷയത്തിലും മാസ്മരികമായി പ്രതികരിക്കുന്ന ദിയാസന ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവർ തൊപ്പിയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, കുപ്പിയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, മപ്പയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാഡത്തിന് പ്രതികരിക്കണ്ട, ഫെമിനിസ്റ്റാ പ്രതികരിക്കണ്ട. പിന്നെ ഷാലുവിൻ്റെ അക്കൗണ്ടിലാണ് ഇത് കൊളാവിട്ടത്. ഷാലുവിൻ്റെ പേര് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ വിഹിതക്കഥ ഷാലുവിനും അറിയാം. എന്നിട്ട് കൂട്ട് പറ. കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കുടുംബം എല്ലാവർക്കും അറിയാം, സജിനയുടെ അമ്മയ്ക്കും അറിയാം ഇവർ തമ്മിലുള്ള കുടുംബം മൊത്തത്തിൽ കേട്ടല്ലേ. ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞു. അഭിമാനമോ ആർക്ക്? ഓക്കെ 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 സീരിയസ്. അഭിമാനം നശിപ്പിക്കരുത് പ്ലീസ്. ഓക്കെ ഫിറോസിക്ക ബാക്കി പറ. ഇങ്ങനെയുള്ള കാര്യം ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ എനിക്കിപ്പോ പറയാനുള്ള ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിലും ചില സ്ത്രീകൾ പൈസ ഉള്ള നാറുകളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു ചായവുണ്ട്. സ്നേഹം എന്ന് പറയുന്ന സാധനമല്ല, അവൻ്റെ കാഴ്ച കിട്ടും, ലക്ഷറി ലൈഫ് ആസ്വദിക്കാം, അങ്ങനെ പോകുന്ന കുറേ ടീമുകളുണ്ട്. പോയി ചാടി കൊടുക്കി എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കം പറഞ്ഞു. വീണ്ടും ആയി എന്നുള്ളത് മനസ്സിലായി എന്നല്ലേ ഉമ്മ പറഞ്ഞേ? ഗബ്രിണി ആയി എന്നാണ് പറയുന്നത്. ഈ വീണ്ടും എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് അപ്പോഴൊരു തവണ ആയി എന്നൊരു അർത്ഥം അതിനകത്തില്ലേ? ഭർത്താവ് നിൽക്കെ മറ്റൊരുത്തനുമായി വീണ്ടും ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആ മോളെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ മോൾക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താണ്? നല്ല പാരൻറ്റിങ്, വെരി ഗുഡ് പാരൻറ്റിങ്. ഇങ്ങനെ തന്നെ വേണം പിള്ളേരെ വളർത്താൻ. ഇപ്പം പിന്നെ പിള്ളേർ മതിൽ ചാടിയില്ലെങ്കിലേ ഉള്ളൂ, തെറ്റ് പറയാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞ സജന, നീ ഇത് ഉണ്ടോന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതെ ഇപ്പം വീണ്ടും നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മ, ഉമ്മി, സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവൻ. സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെ. ഞാൻ മറ്റേ പൂച്ചക്കുട്ടിയുടെ പ്രായം നോക്കിയായിരുന്നു. 55 വയസ്സാണ് നമ്മുടെ പൂച്ചക്കുട്ടിക്കുള്ളത്. ഗൂഗിളിൽ കിടക്കുന്ന കേട്ടോ. ഈയുടെ കൂടെ പോയ പെൺപിള്ള ഉണ്ടല്ലോ, അവരുടെ പ്രായം ഞാൻ നോക്കി, 36 വയസ്സാണ്. അച്ഛാന്ന് വിളിക്കേണ്ടതാണ്. അച്ഛാന്ന് വിളിച്ചില്ലെങ്കിലും ഭർത്താവ് മോശമല്ലേ? ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയാണ് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ല. മറ്റേ സംഭവം പോയി എന്ന് പറഞ്ഞില്ല, അതാ പ്രശ്നം. മറ്റേ സംഭവം പോയെന്ന് പറയുന്നത് ഈ തെറ്റാ ചെയ്തെന്ന് അവ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ കുഴപ്പമില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതാ. ചെയ്ത പാപങ്ങൾക്കല്ലേ കുമ്പസരിക്കാൻ പറ്റും. പോയി കുമ്പസരിച്ചിട്ട് വന്നാലും ദൈവത്തെ വഴിതെറ്റിക്കല്ലേ. ബാക്കി പറയും. ഇവരുടെ ഫിറോസിന്റെ കയ്യിലൊക്കെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നീ പ്രഗ്നന്റ് ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഫിറോസിന്റെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ആയുധം. ഫിറോസ് ആരാ? ഭർത്താവ്. ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് ഭർത്താവ് പറഞ്ഞതാണ് ഭർത്താവിൻ്റെ കയ്യിലുള്ള തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവിഹിത ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലത് പറയാൻ ചൊറിഞ്ഞു വരും, അതാ പ്രശ്നം. പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവരറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടിഞ്ഞു. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കഥയിൽ കൂടുതൽ ചോദ്യമൊന്നുമില്ല, പണയുന്നവൻ കേട്ടാൽ മതി. കൊമ്പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ കൊമ്പൊടിഞ്ഞു. എന്തിനാ കൊമ്പൊടിഞ്ഞെന്നൊക്കെ ചോദിച്ചെങ്കിൽ എങ്ങനെ ഉത്തരം പറയും? ഇല്ലേ ചോദ്യം നേരത്തെ കൊടുക്കണം, എന്നാലും ഉത്തരം തയ്യാറാക്കി പറയാൻ പറ്റും. പട്ടപ്പെട്ടെന്നൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത് ഗർഭിണി എന്നുള്ളത് ഒറിജിനലാണ്. രണ്ടാമത് അത് ചുമ്മാ പറഞ്ഞതാ, കൊമ്പൊടിക്കാൻ പറഞ്ഞതാ. മൂന്നാമത്തെ കൊമ്പ് വളർത്താൻ പറയുമായിരിക്കും. അവര് നിന്നെ ഗ്യാനത്തിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്തിരിക്കുകയാണ്. തെളിവുകൾ ഉണ്ടാക്കിയോ തെളിവുകൾ കണ്ടെത്തിയോ? ഒന്ന് വ്യക്തമാക്കണേ പൂച്ചക്കുട്ടി, ഒന്ന് വ്യക്തമാക്കണേ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അല്ല, എനിക്കിപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനെ തിരുത്തിക്കുക. എന്നെ അച്ചായനാരാ? അച്ചായനാരാ അറിയത്തില്ല. ഒരുപാട് ഗസ്റ്റ് കഥാപാത്രങ്ങൾ നമ്മുടെ ഈ കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അച്ചായൻ കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിയുടെ അച്ചായനായിരിക്കത്തില്ലേ? അന്നമേയും തിരുത്തിക്കുക, എന്നെയും തീയും തിരുത്തിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. കുഴി ചാടാൻ പ്രത്യേകിച്ച് ഗുണം വേണോ? ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു തെണ്ടിയാണ്, ചെറ്റയാണെന്ന് വിചാരിക്കുക റിലേഷൻഷിപ്പിനകത്ത്. ഞാൻ അവൻ്റെ അവിഹിതത്തെക്കുറിച്ച് എൻ്റെ പാർട്ട്ണറോട് പറയുക, ഇവൻ്റെ അവിഹിതത്തെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവൻ എതിലെയോ തൊലഞ്ഞു പോകണം. ഇതാണ് ബേസിക് ഒരു റിലേഷൻഷിപ്പിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സാധനം. അവൻ എതിലെയോ തൊലഞ്ഞു പോട്ടെ, അവൻ അവൻ്റെ ജീവിതത്തിൽ തൊലഞ്ഞു പോട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് ചിന്തിക്കുന്നവർ ഒരു പക്ഷേ ഇമാതിരി വിഹിതത്തിൽ പോകുന്ന ആളായിരിക്കില്ല. മറ്റവൻ്റെ കുടുംബത്തിലേക്ക് തലയിട്ടിട്ട് അവൻ്റെ വിഹിതം പാർട്ട്ണറിനോട് പറഞ്ഞ് അവനൊക്കെ എന്ത് വൃത്തികെട്ടവനല്ലേ. നമ്മളെപ്പോലെ നല്ല ഇങ്ങനെ പറയുന്നവന്മാർ ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തോ അന്നമ്മ ശരിയല്ല, അച്ചായ ശരിയല്ല, അവരാരും ശരിയല്ല. അവരോടെല്ലാം കൂട്ടുവെട്ടണം. ചണ്ടാമണ്ട തലമണ്ട റോസാപ്പൂവിൻ്റെ തലമണ്ട കൂട്ടുവെട്ടി എല്ലാവരോടും കൂട്ടുവെട്ടണം. അവരോടൊന്നും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കഥകളൊക്കെ പുറത്തു വരത്തില്ലേ? എനിക്കറിയത്തില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിലേക്ക് പറഞ്ഞ ദിയാസനെയാണോ? ഒന്ന് പേരൊന്ന് ഫുള്ളായിട്ട് പറഞ്ഞിരുന്ന ഉപകാരമായിരുന്നു കേട്ടോ.
ഈ ചില്ലറ പ്രതികരണമൊന്നും അല്ല അവർ പല കാര്യത്തിലും പ്രതികരിക്കണേ. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീ തുമ്മിക്കഴിഞ്ഞാൽ തുമ്മിയതല്ലത്, അത് ചുമ്മാ നാക്കിയതാണെന്നും പറഞ്ഞിട്ട് വന്ന് ന്യായീകരണം എഴുതുന്നതാണ്. പക്ഷേ കാണുന്നില്ല. ദിയ കണ്ടപടി ഓടിയിരിക്കുന്നു. എന്തോ സൈബർ കേസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ആണ് അവസാനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിലും ഞാൻ ഈ കാണിക്കുന്നത് ആരെക്കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ കാര്യത്തിലും അതേ ഞാൻ ഈ പറഞ്ഞു പെട്ടെന്ന് ആരെയും മനസ്സിലാവില്ല. അപ്പൊ എന്നോട് പറഞ്ഞത് നീ അവനെതിരെ പിന്നെ അത് ഞാൻ അച്ചായനോട് സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായൻ്റെ നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത് അല്ല. പക്ഷേ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഇക്ക ഡബിൾ ഗെയിം കളി. ഇക്കാണ് അന്നമേ അല്ല അച്ചായനും അല്ല ഷാലു അല്ല മറ്റേ ഷാലു അല്ല ദിയ ഷാലു. അപ്പം ഷാലുവിനും അറിയാം കഥകളൊക്കെ. ഓക്കെ, ഈ അച്ചായനും അല്ല ഇക്കയും അല്ല കൊച്ചനും അല്ല ഇളയച്ചനും ഒന്നുമല്ല, പൂച്ചക്കുട്ടിയാണ് ഡബിൾ ഗെയിം കളിക്കുന്നത്. അല്ല അപ്പം മോള് കളിച്ച ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? അയാൾ പോട്ടെ ട്രിപ്പിൾ ഗെയിം കളിച്ചെന്ന് വെക്കാം. മോള് ഒരു മയത്തിനൊക്കെ ബാക്കി കേൾക്കാവേ പറയും എന്റെ അടുത്തൊന്ന് പറയും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. ആദ്യമായിട്ടൊരെണ്ണം ഉണ്ടാക്കി ബോട്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒന്നുണ്ടായി. അപ്പോൾ ഇത് സ്ഥിരം പ്രക്രിയയാണിത്. ഇയാളെ ആർക്കും കാണാൻ പറ്റൂല, പൂച്ചക്കുട്ടീനെ കാണാൻ പറ്റൂല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് ഇപ്പുറത്തൂടെ ബ്ലൂടൂത്ത് ഓണാക്കി പിടിക്കും. അപ്പോൾ 1ാം തവണയാക്കി, ഇനി 2ാം തവണ ചെയ്തു. നിങ്ങളുടെ ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. 1ാമത്തത് ഔട്ട് ചെയ്ത് കളഞ്ഞ്, 2ാമത്തത് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പൊന്നോ ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളകത്ത് പോകും. അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കും. നിങ്ങൾക്ക് അയാളെ ഡൈവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊരു കുരുവോ കാണിക്കുക. അത് അവരെ ഇവരെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നവരുടെ എല്ലാം ജീവിതം തലച്ച്. ഇപ്പം ഇതിനകത്ത് നാണം കെടാൻ പോകുന്ന ആരാ? ഷാലു നാണം കെടും. ഷാലു ബൂൺ ആ കൊളാബിട്ട പെങ്കൊച്ച്. മറ്റേ ദിയ സനയാണെങ്കിൽ അവർ നാണം കെടും. ഈ അച്ചായനും കൊച്ചച്ഛനും വല്യമ്മ എല്ലാം പുറത്തു വരും. നിങ്ങളുടെ ഈ വിഹിതം കാരണം ചുറ്റും മൊത്തം മാറും. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റേ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമിക്കകത്ത് ദുൽഖർ സൽമാൻ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിന്ന് വെള്ളം അടിച്ച് പ്രൊട്ടക്ട് ചെയ്തില്ല. അതുപോലെ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പണി പാളിയത് മനസ്സിലായത്. കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാരനൊക്കെ എനിക്ക് അയാളെ ബലമായി പിച്ചോ. ഇത് എങ്ങോട്ടാണ് ഈ കഥയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഈ 16 തികയാത്ത പാൽക്കാരും പയ്യനെ 18 പെൺകുട്ടികൾ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ആ കഥ പോലും ഇല്ലല്ലോ ഇങ്ങനൊന്നും. അതെങ്ങനെ ഒരാണിനെ പിടിച്ച് ഇത് എന്തൊരു കഥ ഇത്? വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് ഈ ഷാദിത്ത എന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യ കേട്ടോ, പൂച്ചക്കുട്ടിയുടെ ഭാര്യ. പൂച്ചക്കുട്ടിയുടെ ഭാര്യ ഉള്ളപ്പോൾ ഞാൻ ബലമായിട്ട് പിടിച്ച് ശോഭ പെണ്ണാണല്ലോ, ശോഭ എന്നും പറഞ്ഞുകൊണ്ട് ശോഭ വീണ്ടും പെണ്ണാണല്ലോ, ശോഭ എന്തായാലും ഒരു ആണ്ട് പേര് ശശി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് അവൻ്റെയൊക്കെയാണ് യോഗം. അല്ല ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവള് 2 മാസം മുന്നേ ആണത്. ഈ 2 മാസം മുമ്പേ ആണോ 3 മാസം മുമ്പേ ആണെന്ന് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ഈ പൂച്ചക്കുട്ടിയുടെ ഭാര്യയോട് ഈ കഥ അറിയിക്കണം. താൻ കാരണം ഞാൻ ആണെന്നുള്ളത് തൻ്റെ ഭാര്യ അറിയിക്കണം. അപ്പോൾ തൻ്റെ കുടുംബവും തീരും. ഇവിടെ ഞാൻ ഇതാണെന്ന് എൻ്റെ ഫിറോസയ്ക്ക് അറിയിച്ചപ്പോൾ എൻ്റെ കുടുംബം പോയി. എൻ്റെ കുടുംബം പോയപ്പോൾ തൻ്റെ കുടുംബം പോകണമല്ലോ. എന്തൊരു കാട്ടപരാധം പിടിച്ച ബന്ധമാണോ ഇതെല്ലാം? എൻ്റെ ഫിറോസ് നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയോ? എങ്ങനെ പോയി ഇതിനകത്തൊക്കെ പെട്ട്? കൊള്ളാം. ഇത് നിങ്ങൾ ഈ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്. ഞാൻ പോയിട്ട് 3rd പാർട്ടുമായിട്ട് വരാം. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.